വീണ്ടും പാലക്കാട്ടേക്ക് പോയാൽ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് അടിതെറ്റിയിരിക്കുകയാണ് ബി.ജെ.പിക്ക്. പാർട്ടി ഭരിക്കുന്ന നഗരസഭയിൽ അപ്രതീക്ഷിത തിരിച്ചടിയാണ് എൻ.ഡി.എക്ക് നേരിടേണ്ടി വന്നത്. ഒരിടത്തും സി കൃഷ്ണകുമാറിന് ലീഡ് നേടാനായില്ല. അടിസ്ഥാന വോട്ടുകൾ നിലനിർത്താനായെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും വോട്ട് ചോർച്ച ബി.ജെ.പി ക്യാമ്പ് ഗൗരവമായാണ് കാണുന്നത്. സംഘടനാപരമായ വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ പരിശോധിക്കുമെന്ന് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. കെ സുരേന്ദ്രൻ നേരിട്ട് നയിച്ചിട്ടും വോട്ട് നില മെച്ചപ്പെടുത്താനാകാത്തത് പാർട്ടിക്കുള്ളിലും അതൃപ്തിക്ക് വഴി തുറന്നിട്ടുണ്ട്. പാലക്കാട് ഭാരതീയ ജനതാ പാർട്ടി ദേശീയ ജനാധിപത്യ സഖ്യം വിജയിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് മത്സരിച്ചത്. പക്ഷേ സംസ്ഥാനത്തെ ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലം നിങ്ങൾ പരിശോധിച്ചാൽ എൻ.ഡി.എക്ക് വോട്ടുകൾ കുറയുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ പരിണാമം വലിയ ആഘോഷമാക്കി ചില ആളുകൾ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് വസ്തുതകളുമായി യോജിക്കുന്നതല്ല. സംസ്ഥാന ഗവൺമെന്റിനെതിരായിട്ട് ശക്തമായ ജനവികാരം ഉണ്ടായിട്ടും പ്രധാന പ്രതിപക്ഷമായ UDF-ന് ചേലക്കരയിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല. പാലക്കാട് ഒരു 3,000-4,000 വോട്ടിന്റെ വ്യത്യാസം എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾ വിശദമായിട്ടുള്ള പരിശോധനകൾ നടത്തി, ആത്മപരിശോധന നടത്തി, ശരിയായ നിലയിൽ വീണ്ടും ജനങ്ങളെ സമീപിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരുന്നതിന് മുമ്പ് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി ജനപിന്തുണ ആർജിക്കാൻ വേണ്ടിയിട്ട് നല്ല പരിശ്രമം നടത്തണമെന്ന് തന്നെയാണ് നിശ്ചയിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് 43,000 വോട്ട് കിട്ടി. അതിൽ ഒരു 3,000 വോട്ടിൻ്റെ കുറവ് ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. അത് ഞങ്ങൾ പരിശോധിക്കും. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ 2 സീറ്റിലേക്ക് 84 ഒതുങ്ങിയ പാർട്ടിയാണ്. ഇന്ന് രാജ്യം ഭരിക്കുന്ന പാർട്ടിയായിട്ട് ഞങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇതൊന്നും ഞങ്ങളെ സംബന്ധിച്ചോളം ഒരു തിരിച്ചടിയല്ല. ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റൊന്നും അല്ലല്ലോ. അങ്ങനെയൊന്നും ഞങ്ങൾ നിരാശരാവില്ല. ഞങ്ങൾ തിരിച്ചടികളിൽ നിന്ന് അതിൽ പാഠം ഉൾക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് വരും. ഒരു വാര്യരും ഒരു നായരും ഇതിലൊരു ബാധകമല്ല. ഒരു നായർക്കും റോഷിപാൽ നൽകും വിവരങ്ങൾ. റോഷിപാൽ, ശക്തി കേന്ദ്രമായ നഗരസഭയിൽ ഉൾപ്പെടെ ബി.ജെ.പിക്ക് അടിതെറ്റിയിട്ടുണ്ട്. ഒരുപാട് വോട്ട് ചോർച്ച ഉണ്ടായിരിക്കുന്നു. എങ്ങനെയാണ് പാർട്ടി ഇതിനെ വിലയിരുത്തുന്നത്? മാത്രമല്ല, ഇത് തർക്കങ്ങൾക്കൊക്കെ വഴിവെച്ചിട്ടുണ്ടല്ലോ. ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനെതിരെ പോലും ആയുധമാക്കുന്ന ഒരു സാഹചര്യം. വിനിത, പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഈ തവണ വലിയ പ്രതീക്ഷയായിരുന്നു ബി.ജെ.പിക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എൻ.ഡി.എ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ വലിയ ഭൂരിപക്ഷത്തിന് വിജയിക്കുമെന്ന കണക്കുകൂട്ടലുണ്ടായിരുന്നു. RSS അടക്കം വളരെ സജീവമായി ഈ തെരഞ്ഞെടുപ്പിൽ എൻ.ഡി.എ സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി പ്രവർത്തിക്കുകയും ചെയ്തു. അവസാന ഘട്ടത്തിൽ സന്ദീപ് വാര്യർ കൂടുമാറിയതിൻ്റെ തട്ടുകേട് പരിഹരിക്കാൻ RSS ബി.ജെ.പിയുടെ പ്രധാന കേന്ദ്രങ്ങളിലടക്കം കൂടുതൽ RSSന്റെ പ്രചാരകരെ രംഗത്തിറക്കി പ്രവർത്തിച്ചിരുന്നു. അവസാനം തെരഞ്ഞെടുപ്പ് പൂർത്തിയായപ്പോൾ കണക്കുകൂട്ടി ഏതാണ്ട് 10,000-ഓളം വോട്ടുകൾക്കെങ്കിലും വിജയിക്കുമെന്ന പ്രതീക്ഷയാണ് നേതാക്കൾ പങ്കുവച്ചത്. സംസ്ഥാന അധ്യക്ഷൻ വോട്ടെടുപ്പ് അവസാനിച്ചതിന് തൊട്ടുപിന്നാലെ തന്നെ വിജയപ്രതീക്ഷ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തു. അങ്ങനെ നോക്കുമ്പോൾ ബി.ജെ.പിക്ക് ഈ തെരഞ്ഞെടുപ്പിലെ പരാജയം വലിയ തിരിച്ചടിയാണെന്ന് വിലയിരുത്തേണ്ടി വരും. പക്ഷേ വോട്ട് കണക്കിൽ തന്നെ വോട്ട് ചോർച്ച ബി.ജെ.പിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നിന്നും ഏതാണ്ട് 3,000 വോട്ട് മാത്രമാണ് ചോർന്നത് എന്ന രീതിയിൽ ഈ പരാജയത്തെ കുറച്ചു കാണിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ബി.ജെ.പിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. കാരണം ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ ബി.ജെ.പിക്ക് എന്നല്ല എല്ലാവർക്കും വോട്ട് കുറയുന്നു. അതുകൊണ്ട് തന്നെ അതിൽ വലിയ കാര്യമില്ല എന്ന രീതിയിൽ എടുക്കുന്നു. പക്ഷേ വോട്ട് നഗരസഭാ പ്രദേശങ്ങളിലടക്കം ചോർന്നതിനെക്കുറിച്ച് വളരെ വിശദമായ ഒരു പരിശോധനയ്ക്ക് തയ്യാറെടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ശക്തി കേന്ദ്രങ്ങളുടെ അടക്കം, അത് കൽപ്പാത്തി മുതൽ മൂത്താന്തറ അടക്കമുള്ള മേഖലകളിൽ UDF-ലേക്കും ഒപ്പം LDF-ലേക്കും ഒരുപോലെ ബി.ജെ.പി കേന്ദ്രങ്ങളിൽ നിന്നും വോട്ട് ചോർന്നതാണ് പ്രധാനമായും. അത്തരത്തിൽ വോട്ട് ചോർച്ച ഉണ്ടായത് തന്നെയാണ് സി കൃഷ്ണകുമാറിന് തിരിച്ചടിയായത് എന്നതാണ് വിലയിരുത്തൽ. പക്ഷേ ബി.ജെ.പിയിലെ പുതിയ തർക്കങ്ങളിലേക്ക് ഇത് വഴിവെച്ചിരിക്കുകയാണ്.